ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള വർക്കാണ്. ഇന്നേ വരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരു കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മഹാഗണിയാണ്. മഹാഗണി ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ റോസ് വുഡോ റെഡ് ബ്രൗണോ അങ്ങനെ സ്റ്റെയിനറുകളോ എന്തെങ്കിലും മിക്സ് ചെയ്ത് നമ്മൾ കളറ് അങ്ങ് വല്ലാതെ മാറ്റി ഉള്ള ഒരു ഡിസൈനല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം ആ വീട്ടുകാരുടെ തന്നെ ആവശ്യമാണ്. ആ വീട്ടിലെ മുകളിലും താഴെയും കബോർഡ് ഉണ്ടായിരുന്നു. അതിൽ താഴത്തെ കബോർഡിൻ്റെ ലാമിനേഷൻ ഷീറ്റിന് ഉണ്ടാക്കിയ ഡോറുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിൽ മുകളിലെ കബോർഡ് വരണം എന്ന് അവരാഗ്രഹിക്കുന്നു. ആ രീതിയിൽ ചെയ്തു തരണം എന്നവർ ആവശ്യപ്പെട്ടു. ആ കളർ അവർക്ക് പ്രാധാന്യം അവരങ്ങേയറ്റം കൊടുത്തിരുന്നു ആ കളറാകുന്നത്. ഇത് ബേസ് കോട്ട് അടിക്കാനായിട്ട് കളർ മിക്സ് ചെയ്തപ്പോൾ തേക്ക് സ്പെഷ്യൽ കളറിനകത്തേക്ക് ഒരു 300 മില്ലി വൈറ്റ് കളറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ബേസായിട്ട് അടിച്ചിരിക്കുന്നത്. ഫുള്ള് ഇനാമിൽ പെയിൻ്റാണ്, സാധാ ഇനാമിൽ പെയിൻറ്റ്. ഇത് റോസ് വുഡ് ഫിനിഷ് ചെയ്തിട്ടിരുന്ന ഒരു കിച്ചൺ കബോർഡാണ്. അത് കിച്ചൺ കബോർഡ് ഈ റോസ് വുഡ് കളറിൽ ചെയ്തിട്ടിരുന്ന ആ പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തിരുന്ന ഒരു പ്രതലം നമ്മൾ മാറ്റി ഇങ്ങനെ ലൈറ്റ് കളറാക്കുന്നതിന് ഏറ്റവും നമുക്ക് ലാഭകരമായതും എളുപ്പവും ഈട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഭാഗം നമ്മൾ ഇനാമൽ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാനായിട്ട് ഞാൻ ഈ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ചേർത്തിരിക്കാം. നമ്മളിവിടെ വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ, റെഡ്, ബ്ലാക്ക്, സാറ്റൻ ബ്രൗൺ എന്നിവ ചേർത്തിട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നതിനായിട്ട് കളർ മിക്സ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിനകത്ത് കുറച്ച് റെഡ് ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് സാറ്റൻ ബ്രൗൺ കൂടാതെ തന്നെ നമുക്ക് കളർ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ച് ഒരു പഴമ തോന്നുന്ന രീതിയിലേക്ക് ഒരു മങ്ങൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റൻ ബ്രൗൺ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലാതെ സാറ്റൻ ബ്രൗൺ ചേർത്തില്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടിപ്പോവും. അപ്പോൾ ഒരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും. ആ താഴത്തെ കബോർഡുമായിട്ട് ശകലം വ്യത്യാസമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് സാറ്റൻ ബ്രൗൺ ഇവിടെ ചേർത്തിരിക്കുന്നത്. നമ്മളിവിടെ റെഡ് ഓക്സൈഡ് ചേർത്തിരിക്കുന്നത് ബേസ് കോട്ടിന് മുകളിൽ ഒരു നല്ല കവറിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ് ഓക്സൈഡ് കൂടെ നമ്മൾ ഈ പെയിൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരയ്ക്കുന്നത്. പെയിൻറ്റിൻ്റെ കൂടെ ചേർത്ത് കലക്കിയെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്സൈഡ് സെപ്പറേറ്റ് വെച്ച് നമ്മൾ ഓരോ ഭാഗവും ചെയ്യുമ്പോൾ അല്പമായിട്ട് അത് ബ്രഷിൽ ടച്ച് ചെയ്തെടുത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കുന്നതിന് ഒരു ഷെയ്ഡ് വ്യത്യാസത്തിലും കൂടെ നമുക്ക് കിട്ടാനായിട്ട് അത് സഹായകരമാകും. നമ്മളിവിടെ വരയ്ക്കാൻ ഡിസൈന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഡിസൈൻ ഒരു ആവറേജ് ഒരു വരച്ച് പോകുന്നതേ ഉള്ളൂ. ആ കളറിനാണ് ഇവിടെ ഒരു പ്രാധാന്യം. നമ്മൾ ഈ സൈറ്റിൽ വന്ന ഒരു ചരുബെഞ്ച്, 2-3 ആർച്ച്, പിന്നെ കുറച്ച് ജനലുകളെ ഇതൊക്കെ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ വന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർക്ക് ഒരു താല്പര്യം വന്ന് അതിനുശേഷം നമ്മൾ നമ്മളെ രണ്ടാമത് വിളിച്ചാണ് ഈ കബോർഡ് ചെയ്യിച്ചത്. നമുക്ക് 100% ഈ വർക്കിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ആകാൻ പറ്റിയിട്ടുണ്ട്. കറക്റ്റ് അവർ ഉദ്ദേശിച്ച മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആരും ഇതൊരു ഗ്രെയിൻസ് വരയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണരുത്. ഗ്രെയിൻസ് വരയ്ക്കാനായിട്ട് അതിന് മാത്രം ഈ മഹാഗണിയുടെ ഡിസൈൻ എന്ന് പറയുന്നത്
അത്യാവശ്യം വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ അത് ഓവറായി പോവും. അത് ഒരു തടിയുടെ ഒരു നാച്ചുറൽ ഫീലിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ബീച്ചേട്ടനാണ് വരയ്ക്കുന്നത്. ബീച്ചേട്ടൻ അതിൻ്റെ അകത്തെ ഇങ്ങനെ വ്യത്യസ്തതയിലേക്ക് കൊണ്ടുവരുന്നതിന് ആൾ ഒരു പുലി ആണ്. സത്യത്തിൽ ഞാൻ വരച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ഓവറായിട്ട് വരച്ചു പോയേനെ. അത് ഇതിൻ്റെ ഭംഗി കളയാനേ അത് സഹായിക്കുകയുള്ളൂ. ബീച്ചേട്ടൻ ഇത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ബീച്ചേട്ടനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഒരു ഒറിജിനൽ വുഡിലേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ബേസ് കളർ അടിക്കുമ്പോൾ കുറേ ഭാഗം അവർ വിട്ടുപോയിരുന്നു. വൈറ്റ് കളർ ആയിട്ട് തന്നെ ഈ പാളിയുടെയൊക്കെ സൈഡ് വശമൊക്കെ കിടക്കുകയാണ് വൈറ്റായിട്ട് തന്നെ. നമുക്ക് ഈ ബേസ് കളറിൽ ഈ വരയ്ക്കാൻ എടുത്ത കളറിൽ കൊണ്ട് തന്നെ നമുക്ക് ആ വൈറ്റ് കുറേയൊക്കെ മായ്ക്കാൻ പറ്റും. പക്ഷേങ്കിൽ ആരും വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വുഡ് ഗ്രെയിൻസ് വരയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. അത് കൂടുതൽ റിസ്ക്കാണ്. നമുക്ക് കളർ ചെയ്ത് എടുക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. ഇത് നേരത്തെ റോസ് വുഡ് സ്റ്റെയിനറാണ് റോസ് വുഡ് സ്റ്റെയിനിങ്ങിൽ ചെയ്ത് ഇട്ടിരുന്ന കബോർഡാണ്. അപ്പോൾ കുറച്ച് ഡാർക്കാണ്. താഴത്തത് ഈ മഹാഗണിയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലുള്ള കളറിലാണ് താഴത്തെ കബോർഡ് കിടന്നത്. വീട്ടുകാർക്ക് ഒരേ കളർ വരിക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് താഴത്തെ കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ സ്റ്റെയിൻ ചെയ്തിരുന്ന ആ കബോർഡ് നമ്മൾ മൊത്തം വാട്ടർ പേപ്പർ പിടിച്ച് കഴുകി പ്രൈമർ അടിച്ചുകൊണ്ട് അതിൽ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡാർക്കായിട്ടുള്ള പ്രതലത്തിൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗവും എല്ലാം ഈ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് മുഴുവൻ ചീച്ചിരണ്ടി കളഞ്ഞിട്ട് വീണ്ടും ഒന്നേന്നുള്ള പോളിഷ് രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരും. സാമ്പത്തികം കൂടുതൽ ചിലവാകേണ്ടതൊക്കെ ആയിട്ട് വരും. കൂടാതെ ഈ ഡിസൈനുള്ള ഭാഗങ്ങളെ ഈ ഗ്രൂവ് വർക്കുകളെ ഒക്കെ നമുക്ക് ഒത്തിരി പാഴ്ചെലവുകൾ ഉണ്ടാക്കും. ഈ കഷ്ടപ്പാടിനനുസരിച്ചുള്ള റിസൾട്ട് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ ഏറ്റവും ഈ എളുപ്പം ലാഭകരവും വൃത്തിയും ഒക്കെ ഉള്ള ഒരു മാർഗം ഇത് തന്നെയാണ്. പെയിൻ്റ് അടിക്കുക, അതിൻ്റെ പുറത്ത് വരയ്ക്കുക, അങ്ങനെ ക്ലിയർ അടിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത്. ഇങ്ങനെ ലൈറ്റ് കളറിൻ്റെ പുറത്ത് ഈട്ടി വരെ വരയ്ക്കുന്ന വീഡിയോ യൂട്യൂബിൽ മറ്റ് ചാനലുകൾ കിടപ്പുണ്ട്. മാർവാൻസ് വുഡ് ഗ്രെയിൻസ് ആർട്ട് ഇതിൻ്റെ ആ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ നമ്മളും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കളർ മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കളറ് മാറ്റിയെടുത്ത് കൊണ്ടുവരാം. ആദ്യമേ ഡാർക്ക് എടുത്തു കഴിഞ്ഞ് അല്പം ബുദ്ധിമുട്ടാണ്. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ തുടക്കക്കാർക്ക് കളർ മിക്സ് ചെയ്യാൻ നേരത്ത് എപ്പോഴും നല്ലത് ഫസ്റ്റിലെ ലൈറ്റ് കളർ ഒഴിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒഴിച്ചത് യെല്ലോ കളറാണ്. യെല്ലോയ്ക്കകത്ത് വിട്ട് റെഡ് ഒഴിച്ചു, റെഡിനകത്തോട്ട് ബ്ലാക്ക് ഒഴിച്ചു, സാറ്റൻ ബ്രൗണും ലാസ്റ്റ് കുറച്ച് മാത്രമാണ് ഒഴിച്ചത്. ഒരു മങ്ങലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സാറ്റൻ ബ്രൗണായിട്ട് ഉപയോഗിച്ചത്. സാറ്റൻ ബ്രൗൺ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ കളർ റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒരു കളറിനൊരു മങ്ങൽ മഹാഗണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കാം ഈ കളറിന്. നമ്മളിവിടെ വരയ്ക്കുമ്പോൾ അധികം ഗ്രെയിൻസ് ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ മനസ്സിലാകും. അധികം ഗ്രെയിൻസ് ഒന്നും വരച്ചിട്ടില്ല. പക്ഷേങ്കിൽ കറക്റ്റ് ഒരു മഹാഗണി കൊണ്ട് പണിത ഒരു കബോർഡിൻ്റെ ഒരു ഫീല് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടുകാർ പ്രതീക്ഷിച്ചതിനേക്കാളുപരി അടിപൊളിയായിട്ട് ഈ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അത് അതിനെ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. Seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day.
The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I'm not falling, I'll push all my chips and call all in. I'll bet on myself, you keep stalling. I hear destiny and it's calling. I'll keep my head up high through the downs and lows, and we're all going life. Still nobody knows, but I'ma choose what's right and take what comes and goes. And ain't no one in life holding me back no more. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. Back a year ago.